ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ പുതിയ നികുതികൾ പ്രാബല്യത്തിൽ വരാനിരിക്കെ ഇന്ത്യൻ ഓഹരി വിപണികളിലും വൻ ഇടിവ്. സെൻസെക്സ് 3000 പോയിന്റിലേറെ ഇടിഞ്ഞു. ഏഷ്യൻ വിപണികളെല്ലാം വൻ തകർച്ചയിലാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്. ഇന്നിപ്പോൾ പ്രതീക്ഷിച്ചതാണ്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ കണ്ട വിൽപ്പന സമ്മർദ്ദം നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ ഓഹരി വിപണി അവിടെ വലിയ തോതിൽ ഇടിഞ്ഞതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നിപ്പോൾ തിങ്കളാഴ്ച മറ്റു വിപണികളിലേക്കും ആ ഒരു ട്രെൻഡ് വ്യാപിക്കും എന്നത് നമ്മൾ പ്രതീക്ഷിച്ചു. രാവിലെ അത് ഏഷ്യൻ വിപണികൾ നമ്മൾ കണ്ടു. ജപ്പാൻ, ഹോങ്കോങ്, സിംഗപ്പൂർ അടക്കമുള്ള എല്ലാ വിപണികളും ഏതാണ്ട് 5% അടുത്ത്, അതിന് മുകളിൽ ഏതാണ്ട് 8%, 9% വരെ ഇടിഞ്ഞ സാഹചര്യമുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണികൾ ഇപ്പോൾ വ്യാപാരം തുടങ്ങിയപ്പോൾ BSEയും NSEയും അതേ തരത്തിലാണ് ഇപ്പോൾ ഒരു ട്രെൻഡ് കാണിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഇപ്പോൾ BSE സെൻസെക്സ് ബോംബെ ഓഹരി സൂചിക പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 2612 പോയിൻ്റാണ് ഇപ്പോൾ ഇടിഞ്ഞത്. അതായത് 3.47% ഇടിവ് രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി 50യിലേക്ക് വന്നാലും അവിടെയും വലിയ ഇടിവ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ഇടിയാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിക്ഷേപകർ വലിയ തരത്തിൽ ഈ ഓഹരികൾ വിറ്റഴിക്കാനുള്ള ശ്രമം തന്നെ നടത്തിയേക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വലിയൊരു കറക്ഷൻ, സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലൊരു കറക്ഷൻ ഇന്ത്യൻ വിപണികളിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. 2020 ആ കോവിഡ് കാലത്ത് കോവിഡിൻ്റെ ആശങ്കയിൽ നമ്മൾ ഒരു വലിയ ഇടിവ് കണ്ടതാണ്. ഏതാണ്ട് അത്രയും പോകില്ലെങ്കിലും ഒരു വലിയ ഇടിവ്, സമീപകാലത്തെ ഒരു വലിയ ഇടിവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 1987 ആ ബ്ലാക്ക് മൺഡേ, ആ കറുത്ത തിങ്കളാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഈ ആകെയുള്ള ഓഹരി വിപണികൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സൂചനയാണോ എന്ന് പോലും ആളുകൾ ഭയത്തോടെ നോക്കിക്കാണുന്നുണ്ട്. ഏതായാലും ട്രംപ് വരുത്തിയ നികുതി പരിഷ്കാരങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിൽ വലിയ ആശങ്ക വിപണിയിൽ ആകെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എല്ലാ റീജിയണിലും, അതായത് അമേരിക്കൻ, ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെ ഒരേ തരത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നതാണ് ലോകമാകെ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. റീജിയത്ത് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. അതേസമയം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ട്രംപിന്റെ ഭരണ സാമ്പത്തിക വ്യാപാര നയങ്ങൾക്കെതിരെയാണ് ഹാൻഡ്സ് ഓഫ് എന്ന പേരിൽ പ്രതിഷേധം ഉണ്ടാവുന്നത്. ന്യൂയോർക്ക്, ഹൂസ്റ്റൺ, ഫ്ലോറിഡ, ലോസ് ഏഞ്ചൽസ് എന്നീ നഗരങ്ങളിൽ ലക്ഷങ്ങളാണ് തെരുവിലിറങ്ങിയത്. ലോകത്തെ ട്രംപ് ആഗോള മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തുന്നു. അമേരിക്കയ്ക്ക് പുറത്ത് ലണ്ടൻ, ബെർലിൻ എന്നീ നഗരങ്ങളിലും പ്രതിഷേധമുണ്ടായി. എന്നാൽ നയം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം.